ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മളിന്ന് 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതാ അത് ആദ്യം തന്നെ ഒരു ചെറിയ റൗണ്ടും അതേപോലെ തന്നെ പിന്നെ ഒരു കുറച്ച് അതിനേക്കാളും വലിയ റൗണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് മോനാണ് കേട്ടോ ചെയ്യുന്നത്. മോൻ ഈസ്റ്റർ സ്പെഷ്യലാണ് ചെയ്യുന്നത്. ഈസ്റ്റർ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതാ അതിന് ശേഷം നമ്മളിതാ ഇതേപോലൊരു കാലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരുന്ന പോലെ നമ്മളിത് ഇങ്ങനെയൊന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഫൈനൽ ലുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരു സൈഡിലാണ് നമ്മളിത് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്ത് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു കൈയിൻ്റെ ഷേപ്പും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെവിയുടെ പോർഷനും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഈസ്റ്റർ ബണ്ണി ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ്, കുട്ടികൾക്ക് പോലും ചെയ്യാം. അപ്പോൾ ഇത് മോൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ലൈനാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സെൻറ്റർ കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മോൻ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് അത് ആ ലൈനിലൂടെ ഒന്ന് മടക്കി കൊടുത്തു കേട്ടോ. ഒരുപാട് ഡാർക്കണായിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡ് പിന്നെ ഈക്വലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു സൈഡ് മാത്രം ഈ കൈയും ഇതൊക്കെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ 2 സൈഡും ഡിഫറെൻ്റ് ആയിട്ട് പോയില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു സെൻറ്ററിലത്തെ ലൈനൊന്ന് നമ്മൾ മാച്ച് കളയാണ് കേട്ടോ. അതായത് റബ്ബ് ചെയ്ത് കളയണം കേട്ടോ. നമ്മൾ സെൻറ്ററിൽ ലൈൻ കൊടുത്തിട്ടില്ലേ, അതൊന്ന് റബ്ബ് ചെയ്ത് കളയാം. അതിന് ശേഷം ഈ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ കൈയും കാലിൻ്റെ പോർഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നമ്മൾ വരച്ച് ഒന്ന് കൊടുക്കണം കേട്ടോ. ഷേപ്പ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം വരച്ചിട്ട് ബാക്കി സൈഡ് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ അത്? അപ്പോൾ എനിക്കിത് ചെയ്ത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തതാണ് കേട്ടോ. അതിന് ശേഷം വൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ്നറാണ് കേട്ടോ യൂസ് ചെയ്തത്. പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് അത്ര അങ്ങ് വരയ്ക്കാനായിട്ടുള്ള പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ ലൈൻ അറിയാത്തതുകൊണ്ട് മോനപ്പോൾ അത് വൈറ്റ്നർ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ കളറൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ട് സ്കെച്ച് പെന്നോട് ലാസ്റ്റ് ആ ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കൊടുത്താലും മതി കേട്ടോ. പക്ഷേ മോനത് വൈറ്റ്നർ വെച്ചിട്ട് ഫുൾ വൈറ്റായിട്ട് കൊടുത്തു കേട്ടോ. ഏതൊരു പിക്ചർ കണ്ടിട്ടാണ് ആൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോഴാണ് ആ പിക്ചർ എനിക്കും ഇഷ്ടമായപ്പോഴാണ് ഞാനത് ചെയ്തത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഡാർക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കണം. ആ ചെവിയേക്കാളും കുറച്ച് ചെറിയ സൈസിലിട്ടോ. അപ്പോൾ വൈറ്റും കാണണം, ലൈറ്റ് ബ്ലൂവും കാണണം, പിന്നെ ഡാർക്ക് ബ്ലൂവിൽ ഈ ഒരു ഷേപ്പ് കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി കേട്ടോ. ഡാർക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ. അപ്പോൾ നോസിൻ്റെ ഭാഗമുണ്ട്, അവിടെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ കാലിൻ്റെ ഭാഗം, അവിടെയും ഇതേപോലെ ഒരു റൗണ്ട് പീസിൽ ചെയ്തിട്ട് അവിടെയൊക്കെ ഡാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നോസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കണ്ണിൻ്റെ ഭാഗം ഞാനാണ് വരച്ച് കൊടുത്തത് കേട്ടോ. അതങ്ങോട്ട് ശരിയാവുന്നില്ല, വൈറ്റ്നർ വെച്ചിട്ടാകുമ്പോൾ ഡാർക്കായിട്ട് പോകുന്നു. അപ്പോൾ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കണ്ണും അതേപോലെ തന്നെ ആ ഒരു നോസിൻ്റെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് വരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ബ്ലൂ ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളർ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇടയിൽ ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മളൊരു ബോട്ടിലെടുക്കുകയാണ്. ബോട്ടിലെടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് ഉണ്ടല്ലോ, താഴത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ബാക്ക് സൈഡിനേക്കാളും കുറച്ച് വലുതായിരിക്കണം. അതാണ് കേട്ടോ സംഭവം. ഇനി ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് ഇതിങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മോൻ ചെയ്ത ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നാളെ ഈസ്റ്ററാണ്. അപ്പോൾ നാളെ സ്കൂളുണ്ട്. ഇവിടെ സൺഡേ ഒക്കെ ഓപ്പൺ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മോനെ നാളെ ഈസ്റ്ററിന് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കാണാം.